ഈ ലവ് ജിഹാദ് എന്നുള്ളതും ഇത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയാൽ പല അവസരങ്ങളും ഇത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. പല മലയാളി പെൺകുട്ടികളെ, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ കപട പ്രേമം നടിച്ച് പലരും വശീകരിച്ചിട്ടുണ്ട്, അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു വാസ്തവമാണ്. ഇതിന് ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇന്ന് പുതിയ ക്രിമിനൽ കോഡ് നിങ്ങൾ വായിച്ചു കാണും. അമിത്ഷാജി പാർലമെന്റിൽ മൂവിയത് കോഡാണ്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കപട പ്രേമം നടിച്ച് വനിതകളെ വഞ്ചിക്കുന്നവർ, അവർക്കെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനുണ്ട്. അത് കേരളത്തിലും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണത്. ഇത് ഇവിടെ പലരും പ്രദർശിപ്പിക്കുന്നു. കാര്യം അവരുടെ ഭീതിയും ഭയവും കാരണമാണ് അവർ ഇത് കൂടുതൽ അവെയറാക്കാൻ, സമൂഹത്തിൽ അവെയറാക്കാൻ അവർ ശ്രമിക്കുന്നത്.